ഞാൻ അച്ഛസും കൂടി വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ ഒന്ന് നടക്കാനിറങ്ങാമെന്നും പറഞ്ഞിട്ട് നടക്കാൻ വന്നിരിക്കുക കേട്ടോ. നടന്ന് ഞങ്ങളൊരു വിശാലമായ മലയുടെ ഒരു ചോട്ടിലെത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങളിവിടെ ഇതിന് മുന്നേ വന്നിട്ടുമുണ്ട്. ശരി, ഒന്നും കൂടി പോയി നോക്കാൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട്, തണുത്ത കാറ്റും ഒക്കെ കൂടി ആയിട്ട്. എനിക്കെങ്കിൽ ചുമയിട്ട് മാറിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങളിരുന്ന് കഴിക്കുന്ന സാധനം എന്താണെന്നറിയാം? മൈസൂർ പാവ്. മൈസൂർ പാവ് മിക്സർ, ബോംബെ മിക്സറാട്ടോ. ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ്. കുറച്ച് മൈസൂർ പാവ് എടുത്ത് ആദ്യം കഴിക്കുക, പിന്നെ മിക്സർ എടുത്ത് കഴിക്കുക. അവന് മൈസൂർ പാവ് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വെയിലിങ്ങനെ മങ്ങിയിട്ടുമുണ്ട്, എന്നാൽ മങ്ങിയിട്ടുമില്ല, അതുപോലെയുള്ള ഒരു അന്തരീക്ഷമാണ്. അതായത് മലകൾക്ക് ഇപ്പോൾ ഈ സൂര്യൻ്റെ അസ്തമന സമയത്തുള്ള ആ മലയ്ക്ക് അപ്പുറത്ത് നല്ല ഹൈറ്റൊന്നും ഇല്ലാത്തതും കൊണ്ടാണ് ഇത്രയും വെയിൽ ഇവിടെ കാണുന്നത്. അപ്പുറത്തെ വലിയ മലേൻ്റെ അപ്പുറമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുട്ടായേനെ, അതായത് വെയിൽ മങ്ങിയേനെ. ഇതുണ്ട, നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം വെയിലില്ല. മലയുടെ ചെറിയൊരു മൂലഭാഗത്ത് സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് മാത്രമില്ല. പിന്നെ ഇതൊരു കശുവണ്ടിത്തോട്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പുലിയും ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ പോവും. വൈകുന്നേരം ആവുകൊണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ പോവും. ഇവിടെ ആന വരാറൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടുന്ന് പടക്കം പൊട്ടണമൊക്കെ നമ്മളെ വീട്ടിലേക്ക് കേൾക്കാം. ഒരു ധൈര്യത്തിന് വെറുതെ കയറി ഇങ്ങനെ വന്നതാണ്. വൈകുന്നേരമല്ലേ, സൂപ്പറായിട്ടുണ്ടും കാണാൻ. ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഈ പരിസരമൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചാണ്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.